ആണ് അടുത്ത ചോദ്യം. 22ാമത്തെ ചോദ്യം. ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 5. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം പത്തുകളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ 1 കൂടുതലാണ്. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം x, പത്തുകളുടെ സ്ഥാനത്തെ അക്കം y ആയാൽ സമവാക്യങ്ങൾ എഴുതുക, സംഖ്യ കണക്കാക്കുക. അപ്പോൾ നമ്മുടെ സംഖ്യ എന്തായിരിക്കും? രണ്ടക്ക സംഖ്യയാണല്ലോ. അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് ഒറ്റയുടെ സ്ഥാനം ഉണ്ടാവും, 10ന്റെ സ്ഥാനം ഉണ്ടാവും. അപ്പോൾ 10ന്റെ സ്ഥാനത്തുള്ളതിനെ 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 10നെ 10ാം സ്ഥാനം ആരാ? y ആണ്. y കൊണ്ട് ഗുണിക്കുമ്പോൾ 10y. അതിനെ 1ാം സ്ഥാനത്തുള്ള അക്കം കൊണ്ട് കൂട്ടുക, x കൊണ്ട് കൂട്ടി. അപ്പോൾ 10y + x ആയിരിക്കും നമ്മുടെ സംഖ്യ. ഇനി ഒന്നാമത്തെ സമവാക്യം എഴുതാൻ വേണ്ടി തന്നിരിക്കുന്ന നിഗമനം എന്താണ്? രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 5. അപ്പോൾ നമുക്ക് എക്സും വൈയും കൂട്ടിയാൽ 5 കിട്ടില്ലേ? അതായിരിക്കുമല്ലോ നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഓക്കെ. ഇനി പറയുന്നത് എന്താണ്? ഒറ്റയുടെ സ്ഥാനത്തെ അക്കം x പത്തുകളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ 1 കൂടുതലാണ്. x y-യേക്കാൾ 1 കൂടുതലാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സമവാക്യം എന്തായിരിക്കും? x സമം y മൈനസ് 1. ഇതിൽ നിന്നും x മൈനസ് y അല്ല, തെറ്റി. x y-നേക്കാൾ 1 കൂടുതലാണ്. അപ്പോൾ y + 1 ആണ്. അപ്പോൾ നമുക്ക് x മൈനസ് y എന്താണ്? 1 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സമവാക്യം. ഓക്കെ. ഇനി ഈ രണ്ട് സമവാക്യങ്ങളും ഒന്ന് കൂട്ടി നോക്കൂ. സമവാക്യം 1ഉം സമവാക്യം 2ഉം കൂട്ടിയാൽ y ക്യാൻസൽ ആയി പോകും. അപ്പോൾ 2x 5 + 1 6 എന്ന് കിട്ടും. ഇതിൽ നിന്നും x 6/2, അതായത് x 3 ആണ് എന്ന് കിട്ടും. ഓക്കെ. ഇനി x 3 ആയാൽ ഇവിടെ നമുക്ക് 3 + y 5 എന്ന് എഴുതാം. ഇതിൽ നിന്നും y 5 - 3 2 ആണ് എന്ന് കിട്ടും. അപ്പോൾ x 3 എന്നും y 2 എന്നും കിട്ടിയാൽ നമ്മുടെ സംഖ്യ എന്തായിരിക്കും? സംഖ്യ 10 × y, അതായത് 10 × 2 + 3, അതായത് 23 ആയിരിക്കും സംഖ്യ. ഓക്കെ. ക്ലിയർ അല്ലേ? അപ്പോൾ സംഖ്യ 23. സമവാക്യങ്ങൾ എന്തൊക്കെയായിരുന്നു? x + y 5 എന്നുള്ളത് ഒന്നാമത്തെ സമവാക്യം. x മൈനസ് y 1, x + y 5, x മൈനസ് y 1 എന്നുള്ളത് രണ്ടാമത്തെ സമവാക്യം. ഇനി ഈ 23-ല് രണ്ടക്കങ്ങളും കൂട്ടിയാൽ നമുക്ക് 5 കിട്ടുന്നുണ്ട്. അപ്പം ഇത് ശരിയാണ്. 10ാം സ്ഥാനത്തുള്ള അക്കത്തേക്കാൾ 1 കൂടുതലാണ് 3. അപ്പോൾ 2 + 1 ആണ് 3. അപ്പോൾ രണ്ട് നിഗമനങ്ങളും ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവും ശരിയായിരിക്കും. ഓക്കെ.